മായാമയൂരം ഭാഗം 4. സ്റ്റോപ്പിൽ കുറച്ചു സമയം നിന്നതിന് ശേഷമാണ് ബസ് വന്നത്. ഓ, ഇന്ന് ഉറപ്പായിട്ടും താമസിക്കും. റീത്ത മാഡം കൊല്ലും. ഞെങ്ങി ഞെരുങ്ങി ബസ്സിൽ കയറി നിൽക്കുന്നതിനിടെ അഞ്ജലി പിറുപിറുത്തു. ഗൗരിയും വാച്ചിൽ നോക്കി. താമസിക്കും. ഇന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഇനി എങ്ങനെ ചെന്ന് നിശാന്തിനോട് അനുവാദം ചോദിക്കും? ടിക്കറ്റ് ടിക്കറ്റ്. കണ്ടക്ടർ അടുത്തേക്ക് വന്നതും അവൾ ബാഗിൽ നിന്ന് പൈസ എടുത്ത് കയ്യിൽ പിടിച്ചു. ജോബിക്ക് പകരം വേറൊരാളാണ്. കുറച്ച് പ്രായമുള്ള ഒരാളാണ്. എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്കൊന്ന് കറക്റ്റ് സമയത്ത് വന്നാലെന്താ? അഞ്ജലി അയാളോട് ഒച്ചയെടുത്തു. എൻ്റെ കൊച്ചേ, വഴിയിൽ ബ്ലോക്ക് വന്നാൽ എന്തു ചെയ്യും? ഇത് പ്ലെയിനൊന്നുമല്ലല്ലോ. അയാളുടെ മറുപടിയിൽ കൂടി നിൽക്കുന്നവർ ചിരിച്ചതും അവളുടെ മുഖം ഇരുണ്ടു. ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞങ്ങൾ പാലക്കിലെ വണ്ടിക്ക് പൊക്കോളാം. കുറച്ചൊന്ന് ചമ്മിയെങ്കിലും അഞ്ജലി പിടിച്ചു നിൽക്കാൻ ഒരു ശ്രമം നടത്തി. ഓ ആയിക്കോട്ടെ, ഇന്നത്തെ വണ്ടിക്കൂലി ഇങ്ങ് തന്നാൽ ഞാൻ പൊക്കോളാം. അയാൾ ചിരിച്ചതും ബാഗിൽ നിന്ന് പൈസ എടുത്ത് അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവൾ. അമ്മയോട് വൈകുന്നേരം ഒരുങ്ങി നിൽക്കാൻ പറയണം. ഞാൻ നേരത്തെ വരും ഹോസ്പിറ്റലിൽ പോകാൻ. ഗാഥയ്ക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയതും ഗൗരി അവളോട് പറഞ്ഞു. തലയാട്ടിയിട്ട് ഗാഥ ഇറങ്ങിപ്പോയി. സ്റ്റാൻഡിൽ ബസ് നിർത്തിയതും അഞ്ജലിയും ഗൗരിയും ഇറങ്ങി. പിന്നിൽ ആരോ തട്ടിയതുപോലെ തോന്നിയതും അഞ്ജലി തിരിഞ്ഞു നോക്കി. സോറി, അറിയാതെ തട്ടിയതാ. പിന്നിൽ ഇറങ്ങി വന്ന പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ചിരിച്ചു. താനായിരുന്നോ? അഞ്ജലിയും ചിരിച്ചു. ഡെയ്സി ഈ വണ്ടിയിലുണ്ടായിരുന്നോ? ഇന്നിത്തിരി വൈകിപ്പോയി. യാത്ര പറഞ്ഞ് ഡെയ്സി അവർക്ക് എതിർവശത്തേക്ക് നടന്നുപോയി. നമ്മുടെ നാട്ടിലുള്ളതല്ലേ ആ കുട്ടി? കണ്ടു പരിചയം വെച്ച് ഗൗരി അഞ്ജലിയോട് ചോദിച്ചു. അതെ ഡെയ്സി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ സ്കൂളിൽ. നമ്മുടെ ബസ്സിന് മുൻപേ പോകുന്ന ബസ്സില്ലേ, പാലക്കൽ, ആ വീട്ടിലെയാ. ഗൗരിയും കേട്ടിട്ടുണ്ട് പാലക്കൽ കുടുംബത്തെക്കുറിച്ച്. നാട്ടിലെ പ്രമാണിമാരാണ്. ഇവിടെ ഗവൺമെൻറ് കോളേജിൽ PG ചെയ്യുക. കാശൊക്കെയുള്ള വീട്ടിലെയാണെങ്കിലും അവൾക്ക് അങ്ങനെ ജാടയൊന്നുമില്ല. പക്ഷേ 2 ചേട്ടന്മാരുണ്ട്. ഹോ, അഞ്ജലി തലയൊന്നു കുടഞ്ഞു. കാശിൻ്റെ അഹങ്കാരവും ചുമന്നുകൊണ്ടാ നടപ്പ്. പാലക്കൽ ആൻ്റണിയോടും മക്കളോടും മുട്ടാൻ പോകുന്ന ആണുങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലെന്നൊരു ഹുങ്കും ഉണ്ട്. അഞ്ജലി പറയുമ്പോൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് അവൾക്കൊപ്പം നടന്നു ഗൗരിയും. ഇവിടേക്ക് താമസം മാറി വന്നപ്പോൾ ഇവിടെയുള്ള പകുതി കാര്യങ്ങളും അഞ്ജലി വഴിയാണ് അവൾ അറിഞ്ഞിരിക്കുന്നത്. യോ, വർത്താനം പറഞ്ഞ് സ്ഥലം എത്തിയതറിഞ്ഞില്ല. ഞാൻ പോട്ടെ. ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തിയതും അഞ്ജലി അവളോട് പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു. കൃത്യം ചെന്ന് കയറിയതും റീത്ത മാഡത്തിൻ്റെ മുന്നിൽ. അഞ്ജലി ഇന്ന് ലേറ്റാണല്ലോ. കണ്ണട താഴ്ത്തി വെച്ച് അതിന് മുകളിലൂടെ അവർ രൂക്ഷമായി അവളെ നോക്കി. അത് മാഡം, ബസ് കുറച്ച് ലേറ്റായി, അവൾ പറയാൻ ശ്രമിച്ചു. ഇതിപ്പം സ്ഥിരമാണല്ലോ. കൃത്യസമയത്ത് വരാൻ പറ്റില്ലെങ്കിൽ വേറെ ജോലി അന്വേഷിക്കുന്നതാവും നല്ലത്. ഓ, പെണ്ണുമ്പുള്ള തുടങ്ങി. അഞ്ജലി മനസ്സിൽ പിറുപിറുത്തു. ഞാൻ പറയുന്നത് അഞ്ജലി കേൾക്കുന്നുണ്ടോ? അവരുടെ ഒച്ചയുയർന്നതും അഞ്ജലി മുഖമുയർത്തി. കേൾക്കുന്നുണ്ടു മാഡം. അവൾ വിനയാന്വതയായി. എന്താ പ്രശ്നം രാവിലെ തന്നെ? അരികിൽ ഗാംഭീര്യം നിറഞ്ഞൊരു ശബ്ദം കേട്ട് അഞ്ജലി തിരിഞ്ഞു നോക്കി. അവളുടെ മുഖം വിടർന്നു. ഡോക്ടർ ശ്രീറാം. എന്നും ലേറ്റാണോ ഡോക്ടർ? ഞാനൊന്ന് താക്കീത് ചെയ്യുകയായിരുന്നു, റീത്ത മാഡം അവനോട് പറഞ്ഞു. സാരമില്ല മാഡം, ബസ്സിനൊക്കെ വരുന്നതല്ലേ, ഒരു തവണ ക്ഷമിച്ചു വിട്, അവൻ ചിരിയോടെ പറഞ്ഞതും അതിഷ്ടപ്പെട്ടില്ലെങ്കിലും റീത്ത മാഡവും ചിരിച്ചു. ശരി, പൊയ്ക്കോ, റീത്ത പറഞ്ഞതും അഞ്ജലി രക്ഷപ്പെട്ടതുപോലെ തിരിഞ്ഞു നടന്നു. അതിനിടയിൽ ശ്രീറാമിനെ ഒന്ന് നോക്കി. അവളെ തന്നെ നോക്കി നിന്ന അവൻ കണ്ണൊന്ന് ചിമ്മിക്കാണിച്ചു. പഞ്ച് ചെയ്തപ്പോൾ തന്നെ ഗൗരിക്കും മനസ്സിലായി ലേറ്റാണെന്ന്. ഹാഫ് സാലറി പോയി കിട്ടി. ആരെങ്കിലും ചോദിച്ചാലല്ലേ 10 മിനിറ്റ് വൈകിയതേ ഉള്ളൂ എന്ന് പറയാൻ പറ്റൂ? അതൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ചെന്ന് നിശാന്തിനോട് പറയണം. ഇന്നലത്തെ സംസാരമുണ്ടായ ശേഷം അയാളെ അഭിമുഖീകരിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി. അവൾ നേരെ സെക്ഷനിലേക്ക് തന്നെ പോയി. ചെന്നതേ കണ്ടു കാത്തു നിൽക്കുന്ന രശ്മിയെ. ഗൗരിയെ കണ്ടതും രശ്മി അടുത്തേക്ക് വന്നു. എന്നാ പെണ്ണെ താമസിച്ചേ? ബസ് താമസിച്ചാ വന്നേ. അവളോട് മറുപടി പറഞ്ഞുകൊണ്ട് ബാഗ് വയ്ക്കാനായി റൂമിലേക്ക് കയറി. രശ്മിയും പുറകെ ചെന്നു. എന്തായി നിന്റെ പെണ്ണു കാണൽ? മുടി കെട്ടുന്നതിനിടെ ഗൗരി ചോദിച്ചു. ഓ, എന്താവാൻ, വിവാഹ കമ്പോളത്തിൽ സ്ത്രീധനം കൊടുക്കാനില്ലാത്ത പെണ്ണിന് അത്ര വലിയ ഡിമാൻഡൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമോ ജോലിയോ, ഇതൊന്നുമല്ലെങ്കിൽ അത്യാവശ്യം സൗന്ദര്യമെങ്കിലും വേണം, അവൾ നിരാശയോടെ പറഞ്ഞു. മനസ്സ് കണ്ട് ഇഷ്ടപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ പറയാമെന്നേ ഉള്ളൂ. കാര്യത്തോട് അടുക്കുമ്പോൾ ഇതൊന്നും കാണില്ല. ഒക്കെ ശരിയാവും പെണ്ണെ, ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടല്ലോ. ഗൗരി അവളെ ആശ്വസിപ്പിച്ചു. എനിക്കും പ്രശ്നമൊന്നുമില്ല. ഓരോ ആലോചന മുടങ്ങുമ്പോഴും അമ്മയ്ക്ക് ആദിയാ, അച്ഛന് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ.
സാധാരണ കുടുംബത്തിലെ അംഗമാണ് രശ്മി. പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലാത്തതുകൊണ്ട് +2 കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് കയറി. വർഷങ്ങളായി ഈ ഷോപ്പിൽ. എൻ്റെ പെണ്ണുങ്ങളെ, വന്നതേ വർത്താനം പറഞ്ഞു നിൽക്കുവാണോ? അവിടെ 2 വെഡ്ഡിംഗ് പാർട്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊന്ന് വന്നേ. വാതിൽക്കൽ മായേച്ചിയുടെ ശബ്ദം കേട്ടതും 2 പേരും ധൃതിയിൽ പുറത്തേക്കിറങ്ങി. ഉച്ച കഴിഞ്ഞാണ് ഗൗരി ഓഫീസ് റൂമിൽ ചെന്നത്. അകത്തേക്ക് വന്ന ആളെ കണ്ട് നിശാന്തിൻ്റെ മുഖം വിടർന്നെങ്കിലും ഗൗരവം വിടാതെ അവൻ അവളെ നോക്കി. സർ, എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണമായിരുന്നു. എത്ര മണിക്ക്? അവൻ നെറ്റി ചുളിച്ചു. സർ, 5 മണിക്ക്, അവൾ പതിയെ പറഞ്ഞു. നിശാന്ത് കമ്പ്യൂട്ടറിൽ നോക്കുന്നത് കണ്ട് അവൾ അടുത്തു നിന്നു. ഗൗരി, രാവിലെ 10 മിനിറ്റ് ലേറ്റാണല്ലോ. പ്രതീക്ഷിച്ച പോലെ അവൻ ചോദിച്ചു. സർ, ബസ് ലേറ്റായിരുന്നു. രാവിലെ ലേറ്റ്, വൈകിട്ട് നേരത്തെ പോകണം. ഹാഫ് ഡേ ആകുമല്ലോ ഗൗരി. അവൾ ഒന്നും മിണ്ടിയില്ല. എന്താ നേരത്തെ പോകാൻ മാത്രം അത്യാവശ്യം? അവൻ ചുഴിഞ്ഞു ചോദിച്ചതും ഉള്ളിൽ നീരസം പൊടിക്കുന്നത് ഗൗരി അറിഞ്ഞു. ഹാഫ് ഡേ ആക്കിക്കോളൂ സർ, പറഞ്ഞിട്ട് ഗൗരി ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. അത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് നിശാന്തിൻ്റെ മുഖം ഒന്ന് മങ്ങി. എന്തായി? പോയ കാര്യം നടന്നോ? സെക്ഷനിൽ ചെന്നതേ രശ്മി ചോദിച്ചു. ഓ, എന്തൊക്കെ പറഞ്ഞാലാ ഒന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റുന്നത്? എന്തായാലും അമ്മയെ ആശുപത്രിയിൽ കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു സാരി എടുത്ത് ഫോൾഡ് ചെയ്തുകൊണ്ട് ഗൗരി പറഞ്ഞു. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പെണ്ണെ? രശ്മി അവളുടെ താടിയിൽ പിടിച്ചൊന്ന് ഓമനിച്ചു. ഗൗരിക്ക് നേരത്തെ പോകണമെങ്കിൽ അനുവാദമൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ലാതെ തന്നെ നിശാന്ത് സാർ സമ്മതിക്കുമല്ലോ. വിദ്യയാണ് ജസ്നയുടെ വാല്. കൂട്ടുകാരിയുടെ പ്രേമത്തിൽ വില്ലത്തിയായ ഗൗരിയോട് വിദ്യയ്ക്കും ഇഷ്ടക്കേടാണ്. രശ്മി അവളോട് തിരിച്ചെന്തോ പറയാൻ തുടങ്ങിയതും ഗൗരി അവളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് മാറിപ്പോയി. നീ ഒന്നും പറയാത്ത കൊണ്ടാ ഇവളൊക്കെ എങ്ങനെ ഓരോന്നും പറയുന്നേ? രശ്മി അവളോട് നീരസപ്പെട്ടു. വിട്ടുകളാ, ഇതൊന്നും എന്നെ ബാധിക്കില്ല രശ്മി. ഗൗരി അതവിടെ വിട്ടു. ഇടയ്ക്കെപ്പോഴോ നിശാന്ത് സെക്ഷനിൽ വന്നപ്പോൾ ഗൗരിക്ക് അടുത്തേക്ക് ചെന്നു. നേരത്തെ പൊക്കോളൂ, ഞാൻ ലീവൊന്നും ആക്കിയിട്ടില്ല, അവളോട് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൻ പൊയ്ക്കളഞ്ഞു. എത്രയൊക്കെ മറച്ചാലും കൂടെയുള്ളവരുടെ നോട്ടം തങ്ങളിലേക്ക് വരുന്നത് കണ്ട് അവൾ അസ്വസ്ഥയായി. കൃത്യം 5 മണിയായപ്പോൾ പഞ്ച് ചെയ്ത് ഗൗരി ഇറങ്ങി. വീട്ടിൽ ചെന്നിട്ട് അമ്മയെ കൂട്ടി തിരിച്ചു വരണം. കിട്ടിയ വണ്ടിക്ക് ചാടിക്കയറി സിറ്റിയിലിറങ്ങി അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചവൾ വീട്ടിലെത്തി. മുറ്റത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു ഉമ്മറത്തിരിക്കുന്ന ആരവിനെ. അവനെ കണ്ടവൾ പകച്ചു. അപ്പച്ചിയൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് അവരെ പ്രതീക്ഷിച്ചില്ല. മുറ്റത്ത് അവർ വന്ന കാർ കിടപ്പുണ്ട്. എപ്പോൾ വന്നു മോനെ? ആരവിനോട് ചോദിച്ചുകൊണ്ട് അവൾ ഉമ്മറത്തേക്ക് കയറി. കുറച്ചു നേരമേ ആയുള്ളൂ ചേച്ചി, താമസിച്ചേ വരുന്നാണല്ലോ അമ്മായി പറഞ്ഞത്. അവളെ കണ്ട് എണീറ്റ് നിന്ന് അവൻ ചോദിച്ചു. ഇന്നിത്തിരി നേരത്തെ വന്നതാണ്. അപ്പച്ചി എവിടെ? അകത്തുണ്ട്. അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അകത്ത് നിന്നൊരാൾ പുറത്തേക്ക് വന്നു. മുന്നോട്ട് കാൽ വയ്ക്കാനാവാതെ ഗൗരി നിന്നു. ആദിയേട്ടൻ. ഗൗരിയുടെ ആദിത്യൻ. വർഷങ്ങളായി പലരും പറഞ്ഞു കേട്ട വാക്കുകൾ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ തോന്നിയതും മനസ്സൊന്നു പതറി അവളുടെ. മുന്നിൽ ഗൗരിയെ കണ്ട് ആദ്യം നിന്നു. തൻ്റേതെന്ന് കരുതി നെഞ്ചിൽ കൊണ്ട് നടന്നവളാണ്. എല്ലാവരും ചേർന്ന് കൈപിടിച്ചു തരുമെന്ന് പറഞ്ഞുറപ്പിച്ചവളാണ്. ആരവ് നോക്കി നിൽക്കുന്നു എന്ന് ഓർമ്മ വന്നതും ഗൗരി ആദിയെ നോക്കി ഒന്ന് ചിരിച്ചു. സുഖമായിരിക്കുന്നു ആദിയേട്ടാ? കഷ്ടപ്പെട്ട് അവനൊന്ന് മൂളി. അവനെ നോക്കി ഒന്നുകൂടി ചിരിച്ചിട്ട് ഗൗരി മുറിയിലേക്ക് പോയി. പതറിപ്പോയ മനസ്സിനെ വരുതിയിലാക്കാൻ എന്ന പോലെ നെഞ്ചിൽ അമർത്തി പിടിച്ചു. പിന്നെ തിരിഞ്ഞു ബാത്റൂമിലേക്ക് കയറി വെള്ളം പിടിച്ച് മുഖത്തേക്ക് ഒഴിച്ച് അമർത്തി തുടച്ചു. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചിരുന്നില്ല. അകലേക്ക് പോരാൻ ശ്രമിച്ചത് തന്നെ ഇനി കാണണ്ട എന്ന് കരുതി തന്നെയാണല്ലോ. പിന്നെയും എന്തിനാണ് ഈ വരവ്? എല്ലാം അവസാനിച്ചതല്ലേ? തുടരും.